الرحيم الحمد لله بنعمته تتم الخيرات وتتحقق الصالحات ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم खुदी को कर बुलंद इतना के हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिजा क्या है बसारत खो गई लेकिन बसीरत तो सलामत है मदीना हमने देखा है मगर नादीदा नादीदा मदीना जाके हम समझे तक़द्दुस किसको कहते हैं हवा पाकीज़ा पाकीज़ा फिज़ा संजीदा संजीदा ഈ റമദാൻ സന്ദേശ പ്രഭാഷണ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്ന അബ്ദുൽ അസീസ് അരിപ്പുറം അവറുകളെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നിങ്ങളുടെ മസ്ജിദിലെ ഇമാമായ മുസ്തഫ ഫൈസി അവറുകളെ, വേദിയിലും സദസ്സിലുമൊക്കെ ഉസ്താദുമാരുണ്ട്, എൻ്റെ സ്നേഹിതൻ റഹ്മാനി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ബഹുമാനപ്പെട്ട ഉമറാക്കൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങളിലൊന്നായി ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആരൊക്കെയാണോ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് അവരുടെയൊക്കെ പരലോക ജീവിതത്തിലേക്ക് അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഈ നന്മകളുടെ സവാബുകളെ എത്തിച്ചു കൊടുക്കട്ടെ. ഖൽബുകളിൽ ഈമാനും ഇഖ്ലാസും തഖ്വയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. പരിശുദ്ധ റമദാനിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് ഇബാദത്ത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. റമദാനിന് ഒരുങ്ങാനുള്ള ഉപദേശം നൽകുന്ന ഒരു സംസാരമാണ് ഇവിടെ നടക്കേണ്ടത്. റമദാനിന് വേണ്ടി, നോമ്പിന് വേണ്ടി നാം തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും
ഈ ലോകത്തിൽ നിന്ന് വിട പറയുമെന്ന് ഉറപ്പുള്ള ഒരു വിശ്വാസി സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവനാകും എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നോമ്പുകാലത്തിന് ഇനി 2-3 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോട് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു ദുആ എല്ലാവർക്കും മനഃപ്പാഠമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഈ ദുആ പറയുമ്പോൾ സഹോദരിമാരോടൊന്ന് പ്രത്യേകമായിട്ട് അത് ചോദിക്കേണ്ടതുണ്ട്. നമ്മളത് ചെയ്യാറുണ്ടോ എന്നുള്ളത്. നമ്മളെന്നും ചെയ്യുന്നവരാണെന്ന ധാരണയിലല്ല. നമ്മൾ ആരാണ് ചെയ്യാറുള്ളത്? നമ്മൾ ഉസ്താദുമാര് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നവർ. പക്ഷെ അത് ദുആക്ക് സമാനമാണ്. ഒരാൾ ദുആ ചെയ്യുകയും ബാക്കിയുള്ള ആളുകൾ ആമീൻ പറയുകയും ചെയ്താൽ രണ്ടാളും ദുആ ചെയ്യുന്നതായിട്ടാണ് അള്ളാഹു പരിഗണിക്കുക. ആമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇസ്തജിബ് എന്നാണ്. ഈ പ്രാർത്ഥനക്ക് നീ ഉത്തരം താ എന്നാണ് ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഖുർആനിൽ മൂസ അലൈഹിസ്സലാം ദുആ ചെയ്യുന്നതും ഹാറൂൻ നബി ആമീൻ പറയുന്നതുമായ ഒരു സംഭവം പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ 2 പേരുടെയും ദുആക്ക് അള്ളാഹു ഉത്തരം നൽകിയെന്ന്. അവിടെ ഹാറൂൻ നബി ദ്വാരന്നിട്ടില്ലല്ലോ. മൂസാ നബി എന്താണോ തേടിയത് ഹാറൂൻ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞതോടെ അത് ഹാറൂൻ നബിയുടെയും ദുആയായി തേട്ടമായി മാറി. അപ്പൊ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന് ഇമാമ ദുആ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ആമീൻ പറയുമ്പോൾ നമ്മളുടെ 2 പേരുടെയും ആഗ്രഹമാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. സത്യം പറയും. പറയാന്ന് പറഞ്ഞാൽ മനസ്സ് പറഞ്ഞാൽ മതി. ശരിക്കും ആ ദുആയിൽ എന്താണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് എന്ന ഒരു ധാരണ നമുക്കുണ്ടോ? ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഉണ്ടോ? ഇതിന്റെ ഒരു വലിയ പ്രത്യേകത നമ്മളുടെ മനസ്സിൽ എത്രത്തോളം ഒരു കാര്യം ശക്തമായിട്ട് അറിവുണ്ടോ, വിചാരമുണ്ടോ, അതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള നമ്മുടെ തേട്ടത്തിന് ശക്തി കൂടും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മകള് പ്രസവിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവസാന ഘട്ടമാണ്. വേദനയൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ട്, എന്തെങ്കിലും പ്രയാസം വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഉമ്മമാരെ, ആ മകളുടെ പ്രസവം എളുപ്പമാകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് മനസ്സിനുണ്ടാകുന്ന ഒരു നനവുണ്ട്. ആ ചോദ്യത്തിനുണ്ടാകുന്ന ഒരു ഉറപ്പുണ്ട്. എന്താ കാര്യം? വിഷയം എന്താണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളുടെ കണ്ണുകൾ നനയുകയും വീണ്ടും വീണ്ടും ആ കാര്യം തേടുകയും പറ്റാവുന്നവരോടൊക്കെ ആ കാര്യത്തിന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞ് നഴ്സ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, മോള് പ്രസവിച്ചു, ആൺകുട്ടിയാണ്. നമ്മൾ അതിന് ഹംദ് പറഞ്ഞിട്ട് എന്താ പറയാ? എന്റെ ദുആ അള്ളാഹു കേട്ടു. ആ കാര്യം നമ്മൾ വേറൊരാളോട് ഉദ്ധരിക്കുകയാണെങ്കിലും അത് പറയും. ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളുടെ കാര്യം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ പറയും, എന്റെ ദുആ അള്ളാഹു കേട്ടു, ഉത്തരം കിട്ടി. അപ്പൊ നമ്മളുടെ മനസ്സിൽ, ഞാൻ ഉമ്മമാരോട് പ്രത്യേകം ഈ കാര്യം പറയാണ്, ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും കൂടുതൽ ഈ ദുആയുടെ സദസ്സുകളും മറ്റും അവർ അഭിമുഖീകരിക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ ദുആയിൽ പങ്കെടുക്കാറുണ്ട്. നമ്മളത് കുറവാണ് എന്നല്ല, എന്നാലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എത്രത്തോളം ആ റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉറപ്പുണ്ടോ, അറിവുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിലേക്ക് നന്നായിട്ടത് ചോദിക്കാൻ കഴിയും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, എൻ്റെ ദുആ അള്ളാഹു കേട്ടു എന്ന് പറയാൻ മാത്രം അതിന് ഉത്തരം കിട്ടിയതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാനത് ഈ നോമ്പിന്റെ മുന്നൊരുക്കം സന്ദേശം ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. പറയാൻ കഴിയോ? എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹിനോട് ഞാനിതാ 2 മാസക്കാലമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. എന്താണ് റബ്ബിനോടാ പറയുന്നത്? പടച്ചവനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ. എന്താ പറഞ്ഞേ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മളുടെ ഒരു ചോദ്യം എന്താ, ആഗ്രഹം എന്താ?
ബറക്കത്തുണ്ടാവണം. മക്കളിൽ ബറക്കത്ത്, ശമ്പളത്തിൽ ബറക്കത്ത്, വീട്ടിൽ ബറക്കത്ത്, ആയുസ്സിൽ ബറക്കത്ത്, കച്ചവടത്തിൽ ബറക്കത്ത്, എല്ലാത്തിലും ബറക്കത്ത്. അത് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ്. എന്താണ് ബറക്കത്ത്? ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകുന്ന ഓരോന്നും അള്ളാഹുവിൽ നിന്നുള്ള ഖൈറും അവന്റെ നിഅമത്തുമാണ്. എനിക്കിപ്പോൾ അവിടെ നിൽക്കാനുള്ള കഴിവ് അള്ളാന്റെ നിഅമത്താണ്. സംസാരിക്കുമ്പോൾ വരുന്ന ശബ്ദം അള്ളാന്റെ നിഅമത്താണ്. എല്ലാം നിങ്ങളത് എണ്ണാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കത് എണ്ണാൻ കഴിയില്ല. ഇന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരൂല്ല. ഞാൻ ഈ ബറക്കത്ത് ഒന്നും കൂടെ വ്യക്തമാകാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ നാളെ രാവിലെ നിങ്ങളിൽപ്പെട്ട ഒരാള് ഈ നാട്ടിലെ ഒരാളുടെ പറമ്പിൽ പോയിട്ട് തെങ്ങിന്റെ തടം കിളക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോഴേക്ക് തന്നെ അയാൾക്ക് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം, അയാളുടെ ആ ജോലി സാധ്യത അങ്ങനെ രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിയോടെ ആ പ്രക്രിയ അവസാനിക്കുമ്പോൾ അയാൾക്ക് വേറെ ഒരു നിയമത്ത് കിട്ടും. ഇവിടെ എത്രയാണ് ആ കിട്ടാറുള്ളതെന്ന് കൂടെ വേണമെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. എത്രയാണ് കിട്ടുക? വൈകുന്നേരം പോരുന്ന സമയത്ത് കൂലിയായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ തെങ്ങിന്റെ തടം തുറന്നാൽ 2000, എത്ര 800, 900, 1000 പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. ഓരോരുത്തർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്നത് കണ്ടതോ കിട്ടിയതോ ഒക്കെ ആയിട്ടായിരിക്കും. എന്തായാലും ആവട്ടെ, ഞാൻ ഒരു 1000 രൂപ ഉദാഹരണം പറയാം. 1000 രൂപ ഉദാഹരണം പറയാം. അപ്പൊ വൈകുന്നേരം 1000 രൂപ കിട്ടി. സഹോദരിമാരത് വല്ലാതെ ശ്രദ്ധിക്കണം. കൊടുക്കേണ്ട സംഗതി കൂടെയാണ്. വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അയാൾക്ക് കൊടുക്കേണ്ട ഒരു നിയമത്ത്. അങ്ങനെ ആ കൂലിയും കിട്ടിയിട്ട് അയാൾ ഇങ്ങനെ അസ്ർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറി. അപ്പൊ ജോലി കിട്ടി, കൂലിയൊക്കെ കിട്ടി. അള്ളാഹിനോട് എന്താ ചോദിക്കുന്നത്? പടച്ചോനെ, എനിക്ക് നീ ഈ കിട്ടിയ 1000 രൂപയിൽ നീ ബറക്കത്ത് നൽകണമേ. എന്താ നമ്മൾ ചോദിക്കാറില്ലേ ശമ്പളത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ? എന്താണ് ആ ചോദിക്കുന്നത്? പടച്ചവനെ, ആ 1000 രൂപ കൊണ്ടൊരു 10,000 രൂപയുടെ കാര്യം നടക്കണേ. അതാണ്. 1-ാം തീയതി ശമ്പളം കിട്ടിയാല് പടച്ചോനെ ശമ്പളത്തിൽ ബറക്കത്ത് ചെയ്യണേ. ദിവസമായി 20-ാം തീയതിയായി, 25-ാം തീയതിയായി, 30-ാം തീയതിയായി, അടുത്ത ശമ്പളം കിട്ടുന്ന സമയമാകുമ്പോഴും ഈ ശമ്പളത്തിന്റെ കുറച്ച് ബാക്കി എവിടെയുണ്ട്? എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു നൽകുന്ന ഖൈറിൽ, അവൻ നൽകുന്ന നിഅമത്തിൽ വർധനവുണ്ടാവുക എന്നതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. രസകരമായിട്ട് വേണമെങ്കിൽ ഉദാഹരണം പറയാം. നമ്മൾ വീട്ടില് 4 ആളുകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി. നട്ടുച്ച സമയത്തുണ്ട് ഒരു 6 ആളുകൾ ഇങ്ങനെ അമ്മായിയും മക്കളും ഇങ്ങനെ കയറി വരുന്നു. സ്വാഭാവികമായിട്ട് എന്ത് വിചാരിക്കും? അന്നിപ്പോൾ ഏതായാലും ഇവർക്കാണ് ഭക്ഷണം കൊടുക്കാം, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വേറെ ഉണ്ടാക്കാം. അവർക്ക് ആ ഭക്ഷണം അങ്ങ് വെച്ചു കൊടുത്തു. അവര് നന്നായി കഴിച്ചു, നമ്മളും നന്നായി കഴിച്ചു. എന്നിട്ടും അതിൽ കുറച്ച് ബാക്കി. എത്ര ആളുകൾക്ക് ഇതിന്റെ അനുഭവങ്ങൾ ഉണ്ടാവും? ഇതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് നൽകുന്ന ആ നിഅമത്തിൽ വിശാലത നൽകുക, സ്ഥിരത നൽകുക. അല്ലാഹു അതിൽ നമുക്ക് ധാരാളം നന്മകൾ നൽകുക. അപ്പൊ ഇനി ചിന്തിക്ക്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബിനോട് തേടുകയാണ്. അല്ലാഹുവേ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നയാളാണ്, എനിക്ക് ധാരാളം സുന്നത്തുകൾ നിസ്കരിക്കാൻ നീ വിശാലമായ സമയം നൽകണം. എനിക്ക് ധാരാളം ഖുർആൻ ഓതാൻ ആവശ്യമായ മാനസികമായ വിശാലത നീ നൽകണം. അല്ലാഹുവേ, എനിക്ക് സൽസ്വഭാവത്തോടെ മുൻപില്ലാത്ത വിധം ഈ 2 മാസങ്ങളിൽ പ്രത്യേകമായി ജനങ്ങളോട് ഇടപഴകുവാനുള്ള ഒരു പശ്ചാത്തലം എനിക്ക് നീ ഒരുക്കി തരണം. പടച്ച തമ്പുരാനെ, എന്റെ അടുക്കൽ നിന്ന് വന്നുപോയ അപാകതകൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവാനും തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുവാനും ആവശ്യമായ ഒരുക്കവും തയ്യാറെടുപ്പും ഈ റജബിലും ശഅബാനിലും എനിക്ക് നീ നൽകണേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പറ, അല്ലെങ്കിൽ ഞാനും പറ. എന്ത് ശരിയാണ് കേട്ടോ, അല്ലാഹു തആല എന്റെ ദുആക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്റെ ഞാൻ മുമ്പ് നിസ്കരിച്ചതിനേക്കാളും സുന്നത്തുകൾ ഈ മാസം നിസ്കരിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ഓതിരുന്നതിനേക്കാളും ഖുർആൻ ഈ മാസം ഓതുന്നുണ്ട്. ഞാൻ മുമ്പ് ജനങ്ങളോട് സൽസ്വഭാവത്തോടെ പെരുമാറിയതിനേക്കാളും നന്നായി
റജബാണല്ലോ, ശഅബാനാണല്ലോ എന്നുള്ള വിചാരത്തോടെ ഈ മാസം ഞാൻ ഇടപെടുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ കഴിയും, ശരിയാണ്, അള്ളാഹു എന്റെ ദുആക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ഞാൻ ആ കിട്ടിയ ആളുകളെ നമ്മൾ പരിശോധിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കതിന്റെ വിവരം അറിയും. ഞാനത് വല്ലാതെ വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അല്ലാഹുവിനോട് നമ്മൾ തേടുന്ന തേട്ടത്തിന് ഉത്തരം കിട്ടിയ എത്രയോ മുഅ്മിനീങ്ങൾ നമുക്കിടയിലുണ്ട്. അവരുടെ ആഗ്രഹവും അവരുടെ താല്പര്യവും ഈ മാസം ഇബാദത്ത് കൊണ്ട് പുഷ്കലമാക്കിയിട്ട് റമദാനിനെ ആ ഇബാദത്തിന്റെ ശക്തിയോടെ സ്വാഗതം ചെയ്യുക എന്നുള്ളതായിരിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ളവർക്കാണ് ജീവിതം ഇങ്ങനെ യാന്ത്രികമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ അവർ കണ്ടുമുട്ടുന്ന ഒരു സംഗതിയല്ല നോമ്പ്. ധാരാളം സുന്നത്തായ നോമ്പുകൾ നോറ്റ് ആ നോമ്പിന്റെ ആവേശത്തോടെ പരിശുദ്ധമായ റമദാനിലേക്ക് നിർബന്ധമായ നോമ്പ് നോൽക്കാൻ ഒരുങ്ങുന്നവന്റെ നോമ്പാണ് നോമ്പ്. അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പ് കാരണത്താൽ സ്വർഗ്ഗം നൽകുന്നതാണ്. രാത്രി കാലങ്ങളിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന, ദുഹാ നിസ്കരിക്കുന്ന, റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുന്ന, നിസ്കാരം കൊണ്ട് സ്വർഗ്ഗം നേടുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരുടെ മാസമാണ് ഈ റജബും ശഅബാനും എന്ന് നമ്മൾ തിരിച്ചറിയണം. മാറ്റങ്ങളിലൂടെ, പരിവർത്തനങ്ങളിലൂടെ, ഈമാനികമായ ചൈതന്യങ്ങളിലൂടെ വിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളാണ്. സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ എന്ന് പറഞ്ഞാൽ വെള്ളിക്കുളങ്ങര മുഹയ്യിദ്ദീൻ ജുമാ മസ്ജിദിന്റെ വാതിൽ പോലെയുള്ള വാതിലല്ല. വാതിലിന്റെ ഒരു പടിയിൽ നിന്ന് മറ്റേ പടിയിലെത്തണമെങ്കിൽ 500 കൊല്ലക്കാലത്തെ വഴി ദൂരമുണ്ട് എന്നാണ് ഹദീസിലുള്ളത്. അങ്ങനെയുള്ള 8 വാതിലുകൾ സ്വർഗ്ഗത്തിനുണ്ട്. നിസ്കരിക്കുന്നവർക്ക് അതിലൊരു വാതിലുണ്ട്, സക്കാത്ത് കൊടുക്കുന്നവർക്ക് അതിലൊരു വാതിലുണ്ട്, നോമ്പ് നോൽക്കുന്നവർക്ക് റയ്യാൻ എന്ന കവാടമുണ്ട്, സ്വതക കൊടുക്കുന്നവർക്ക് ആ സ്വതക്കയുടെ വാതിലുണ്ട്, ജിഹാദ് ചെയ്യുന്നവർക്ക് അതിനുള്ള വാതിലുണ്ട്. ഓരോ അമലുകളിലും കൂടുതൽ താല്പര്യം കാണിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവർക്ക് ആ സ്വർഗ്ഗത്തിൽ അല്ലാഹു ആ വാതിൽ നൽകുന്നതാണെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തൽപരനായ ഒരാളാണെങ്കിലോ, അയാൾ നിസ്കാരത്തിൽ താല്പര്യമുള്ളയാളാ, അയാൾ സ്വതക കൊടുക്കുന്നതിൽ വലിയ മോഹമുള്ളയാളാണ്, അയാൾ മാതാപിതാക്കളെ നന്നായി മര്യാദക്ക് നോക്കുന്നയാളാണ്. റസൂലുള്ളാഹി പറയുകയാണ്, അബൂബക്കറേ, അങ്ങനെയുള്ളവരാണ് സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ റബ്ബിന്റെ മാലാഖമാരെ വരെ മാടി വിളിക്കുമെന്നാണല്ലോ. വഖാല ലഹും ഇദാ തഅത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യുമ്പോ ഈ വാതിലുകളിൽ നിന്ന് 8 വാതിലുകളും ഇതിലൂടെ വരൂ, ഇതിലൂടെ വരൂ എന്ന് പറഞ്ഞവരെ മാടി വിളിക്കുന്നതാണ്. വഅന്ത മിൻഹും യാ അബൂബക്കർ, അബൂബക്കറേ, അങ്ങനെ മാടി വിളിക്കപ്പെടുന്നവരിൽ ഒരാളാണ് താങ്കൾ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവർക്കും ഈ പറഞ്ഞ 8 കാര്യങ്ങളും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല, ഓരോരുത്തർക്കും ഓരോ മോഹമാണ്. ഞാൻ അതും ഒരു ഉദാഹരണത്തിലൂടെ പറയാം. സമസ്തയുടെ സമ്മേളനത്തിന് ഇവിടുന്ന് വലിയ ഒരു സംഘം ആളുകൾ പോയിന്ന് നേരത്തെ അഹമ്മദ് എന്നോട് പറയണ്ടേ. ഒരുപാട് ആളുകൾ പോയി. ഞാനൊക്കെ അവിടെ കഴിഞ്ഞ ബറാഅത്ത് ദിവസം പോയതായിരുന്നു. അത് കഴിഞ്ഞ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. 25,000 ആളുകൾ എന്ന് പറഞ്ഞാൽ 33,000 ആൾക്കാർ എന്ന് പറഞ്ഞത് ചെറുതാണ്. ഓരോ ദിവസവും 40,000 45,000 ആളുകൾ. ഈ ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം ഒരാൾ കൊടുത്തു എല്ലാ ദിവസവും. അവസാനം നമുക്കുള്ള മോഹം എന്തായിരുന്നു അറിയാം? സമാപനത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ എന്റെ വക ഭക്ഷണം കൊടുക്കാം. ഉസ്താദുമാര് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് പിന്മാറിയത്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. ആ മനുഷ്യന്റെ മോഹം നോക്കി നിങ്ങൾ. എല്ലാം കഴിഞ്ഞ്
45 ഏക്കർ സ്ഥലമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മനുഷ്യൻ നൽകി എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നല്ലല്ലോ പറഞ്ഞത്, എഴുതി കൊടുത്തയച്ചു. 45 ഏക്കർ എന്ന് പറഞ്ഞാല് ഞാൻ ഒരാളോട് അതിന്റെ മൂല്യം, ആ നാട്ടിലുള്ള ഒരാളുമായി ബന്ധപ്പെട്ടതിന്റെ മൂല്യം നോക്കിയപ്പോ ഏകദേശം 250 കോടിയിലേറെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. 250 കോടി അതിശയോക്തിയൊന്നും വേണ്ട. നിങ്ങളുടെ നാടൊക്കെ വലിയ സിറ്റി സ്റ്റൈലിൽ ജീവിക്കുന്ന നാട്ടിൽ തന്നെ ഒരു സെന്റ് സ്ഥലത്തിന് എത്രയെന്ന് വെറുതെ ആലോചിച്ച് നോക്കിയുണ്ട്. ഈ സ്ഥലം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. അത് പറഞ്ഞല്ലോ, കേട്ട ആളുകളുണ്ടല്ലോ, നിരന്ന സ്ഥലം, അത്രയും കോടിയുടെ സ്ഥലം പിടിച്ചു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷെ ഈ ദിവസങ്ങൾക്കിടയിലൊന്നും ആ മനുഷ്യനെ ഞങ്ങൾ ആരും കണ്ടില്ല. അതാണ് തമാശ. അയാളൊന്ന് എവിടെ വന്നിരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് അനുവാദമുണ്ട്. ആ സമാപന സമ്മേളനത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം, ആധികാരികമായി പ്രസംഗിക്കാം. ക്യാമ്പുകൾ നടക്കുന്നിടത്ത് നമ്മളുടെ പ്രിയപ്പെട്ട റഹ്മാനി ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നല്ലോ. ആ മനുഷ്യൻ വേദിയിലേക്ക് വന്നാൽ എല്ലാവരും അദ്ദേഹത്തെ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു തവണ പോലും ആ മനുഷ്യൻ വന്നില്ല. കാരണം അത് വന്നാലും എന്റെ കൂലി പോകും, ആളുകൾ എന്നെ അറിയോ? അത് വേണ്ട. ആകെ സംസാരിക്കുന്നത് 1-2 ആളുകളോട് മാത്രം. അത് തന്നെ പലപ്പോഴും നേരിട്ടല്ല, എഴുത്തിലൂടെയും പറ്റും. അപ്പൊ ഞാൻ ഈ ഹദീസ് ഇങ്ങനെ പറയുന്നത് സ്വതക്കയുടെ കവാടം ഉണ്ടാന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ കൊടുക്കുന്ന ചില്ലറക്കാണോ കിട്ടുക? അള്ളാഹു അതിനൊക്കെ തരട്ടെ. ആമീൻ പറയാം, അള്ളാഹു അതിനൊക്കെ തരട്ടെ. എന്നും നമ്മൾ ചെറുതാക്കണ്ടല്ലോ. പക്ഷേ അത് ഒരിക്കലും അള്ളാഹു തആല നഷ്ടപ്പെടുത്താതെ അത് ഉറപ്പെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നതിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് തരണം. എന്നതുപോലെ തന്നെ നോമ്പിന്റെ കവാടങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ അതിനു കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. നമ്മളെപ്പോലെയുള്ള ആളുകൾ പരിശുദ്ധമായ റമളാനു ശരീഫിന്റെ മാസപ്പിറവിയെയാണ് കാത്തിരിക്കുന്നത്. ഇന്നിപ്പോ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു, നന്നായി കഴിച്ച ഉദവി അടുത്ത ഈ ദിവസത്തെ മേൽപോട്ട് നോക്കി കിടക്കല്ലാതെ. എന്നോട് തമാശ പറഞ്ഞാണ്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ അതൊരു മൈൻഡാണ്. എങ്ങനെ അടുത്ത ദിവസം നാളെ മാസം കാണാൻ സാധ്യത ഉണ്ട് എന്നിങ്ങനെ ഉറപ്പാണെങ്കിലും നോമ്പാണെങ്കിലും ചെറിയ പ്രതീക്ഷ ആയിരിക്കും. എന്ത് മിക്കവാറും നാളെ കാണും. പെരുന്നാളാണെങ്കിലും കാണാൻ സാധ്യത ഇല്ലാന്നുണ്ടെങ്കിലും അത് മിക്കവാറും നാളെ കണ്ടേക്കാം. അതൊരു തരം മാനസികാവസ്ഥയാണ്. ഞാൻ പറയുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് വലിയ താല്പര്യമുള്ള വിശ്വാസികൾ ഉണ്ടല്ലോ, അവര് റജബ് മാസം പിറവിയെയാണ് കാത്തിരിക്കുക. റജബ് മുഴുവനായും അവർ നോമ്പ് നോൽക്കുന്നതാണ്. ശഅബാന് മുഴുവനായും അവർ നോമ്പ് നോൽക്കുന്നതാണ്. റമളാന് മുഴുവനായും അവർ നോമ്പ് നോൽക്കുന്നതാണ്. അതും കഴിഞ്ഞ് ശവ്വാലിൽ 6 ദിവസം നോമ്പ് നോറ്റ് ചുരുങ്ങിയത് 96 നോമ്പെങ്കിലും നോൽക്കുന്ന, 1ഉം 2ഉമല്ല ഈ കാലഘട്ടത്തിൽ തന്നെ എത്രയോ മുഅ്മിനീങ്ങൾ നമ്മളുടെ നാടുകളിലൊക്കെ ഉണ്ട്. അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകുന്നത് അവരുടെ നോമ്പ് കൊണ്ടാണ്. അല്ലാഹു അവർക്ക് കൂടിയാണ് റയ്യാൻ എന്ന കവാടം തുറന്നു കൊടുത്തിട്ടുള്ളത്. നമ്മളാണെങ്കിലോ റമളാനിലുള്ള നോമ്പ് അത് മോശമാണ് എന്നല്ല, അത് വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതാണ് ആവേശത്തോടെയുള്ള നോമ്പ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉള്ള നോമ്പ്. ഞാൻ വെറുതെ ഒന്ന് ചോദിക്കുകയാണ്, അങ്ങനെ 96 നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആളുകളെ കണ്ടോരുണ്ടെങ്കിൽ ദൈവം, ആളുകളെ കണ്ടോരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് കണ്ടോരുണ്ട്. ഇനി ഉണ്ടാവും. ഞാൻ വെറുതെ നമുക്ക് നമ്മളൊരാൾ കണ്ട ആളുകളുണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ ഈ പുതിയ കുട്ടികൾക്കൊക്കെ ആ ഒരു അത്ഭുതത്തോടെ അതൊരു വിശ്വാസമായി മാറും. 96 നോമ്പ് നോൽക്കാതെ എത്രയോ സഹോദരിമാർ നമുക്കിടയിലുണ്ട്. ആലുവ പള്ളിയിൽ ഞാൻ ഹിദ്മത്ത് ചെയ്യുമ്പോ ഇപ്പോഴും ഹിദ്മത്ത് അവിടെ തന്നെയാണ്. ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന മൂസാജി ഉണ്ടായിരുന്ന മുസ്തഫൈസിക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ സ്വഭാവം ഈ ശൈലിയിലാണ്. ഞങ്ങളത് അന്വേഷിച്ചറിയാതെ കണ്ടെത്തിയ ഒരു കാര്യമാണ്. എനിക്ക് നോമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്ന ആ മനുഷ്യൻ റജബ് വന്നാൽ റജബിലും ശഅബാനിലും റമളാനിലും ശവ്വാലിലും നോമ്പ് നോൽക്കുന്ന, നോമ്പിനോട് വലിയ പ്രേമമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഇബാദത്ത് കൊണ്ട് മനസ്സ് വിശാലമാക്കാൻ, ഇങ്ങനെ ആരാധനകൾ കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാൻ, ആ സ്വർഗത്തിലേക്ക് അടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കിയ പരലോക ജീവിതത്തിലേക്ക്
സുഖകരമായി യാത്ര ചെയ്യുവാൻ വേണ്ടിയാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ പ്രത്യേകമായ ആരാധനകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റമദാനിൽ റബ്ബിനോട് നമ്മൾ തേടുന്നത് എന്താണ്? വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. പടച്ചവനെ, നോമ്പിൽ റമദാനിൽ നോമ്പുകൾ നോൽക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹുവേ. റമദാനിൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. റമദാനിൽ ഖുർആൻ ഓതാൻ നീ തൗഫീഖ് നൽകണേ. ഈ ആരാധനകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ദുനിയാവിലെ സമാധാനത്തോടെയുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. അത് തിരിച്ചറിഞ്ഞ യാത്രക്ക് ഒരുങ്ങുന്നവരാകണം നമ്മൾ. ആ ഒരുങ്ങാനുള്ള മനോഹരമായ പശ്ചാത്തലമാണ് ഈ റമദാൻ മാസത്തിലുള്ളത്. ഏത് യാത്രയാണെങ്കിലും നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ആ യാത്ര സുഖകരമാകണമെങ്കിൽ അതിനാവശ്യമായ ചില സംഗതികളുണ്ട്. ആ യാത്രക്ക് നിങ്ങൾ ഒരുങ്ങുമ്പോൾ എടുക്കേണ്ട ഒരു എഫേർട്ട് ഉണ്ട്, ഒരു തയ്യാറെടുപ്പുണ്ട്, ഒരു ശ്രമമുണ്ട്. ആ യാത്രക്കാവശ്യമായ ടിക്കറ്റുകൾ, യാത്രക്കാവശ്യമായ വിമാനം, ആ യാത്രക്കാവശ്യമായ പാസ്പോർട്ട്. ഇനി വിദേശത്തേക്കല്ല, നമ്മളുടെ നാട്ടിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ പള്ളി വരെ വരുമ്പോ, നിങ്ങൾ ഒന്ന് ചാലക്കുടിയിൽ പോകുമ്പോ അതിനനുസരിച്ചൊരു തയ്യാറെടുപ്പുണ്ടാകും. നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ മാറാറില്ലേ? വീട്ടിൽ ഉടുക്കുന്ന വസ്ത്രം ധരിച്ചാണോ നിങ്ങൾ പള്ളിയിലേക്ക് വരാറുള്ളത്? ഏത് യാത്രക്കും നമ്മൾ തയ്യാറെടുപ്പ് നടത്തുന്നവരാണെങ്കിൽ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നിശ്ചയിച്ച സമയത്ത് പോകുമ്പോ സമാധാനത്തോടെ പോകാൻ കഴിയണം, സന്തോഷത്തോടെ പോകാൻ കഴിയണം, ആനന്ദത്തോടെ യാത്ര ചെയ്യാൻ കഴിയണം. അല്ലാഹു നൽകിയ ആയുഷ്കാലം 100% ഉപയോഗപ്പെടുത്തി ആഹ്ലാദത്തോടെ ദുനിയാവിനോട് ഏർപ്പെടുന്ന മുഅ്മിനീങ്ങളായി മാറുവാൻ നമുക്ക് സാധ്യമാകണം. എല്ലാവർക്കും അത് സാധ്യമാവുകയില്ല. മനുഷ്യന്റെ പ്രകൃതി എന്താണ് എന്ന് അല്ലാഹു ഖുർആനിൽ പല ഭാഗങ്ങളിലും പറയുന്നു. ഒരു ഭാഗം ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണോ എന്ന് ചിന്തിക്കണം. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അല്ലാഹു സൂറത്തുൽ മആരിജിലാണ് ഇത് പറയുന്നത്. മനുഷ്യന്റെ പ്രകൃതി എന്താ? നിശ്ചയമായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഹലൂആ, അവൻ വെപ്രാളമുള്ളയാളായിട്ടാണ്. അവൻക്ക് ഒരു കാര്യത്തിലും സമാധാനമില്ല എന്നുള്ളതാണ് അവന്റെ പ്രകൃതി. ഒരു കാര്യത്തിലും ശാന്തതയില്ല എന്നതാണ് അവന്റെ പൊതുവായിട്ടുള്ള പ്രകൃതി. അതുകൊണ്ടാണല്ലോ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തർക്കങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കലാപങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മോഷണം, കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ ഈ പ്രകൃതിയുടെ പരിണിതിയാണത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. ഇനി ഖുർആൻ പറയുന്നു ഇദാ മസ്സഹു ശർറു ജസൂഅ. അവനൊരു ശർറ് ബാധിച്ചാൽ, ഒരു പ്രയാസം അവനെ ബാധിച്ചാൽ അവനാകെ ഭയവിഹ്വലനായി പോകുന്നു. അവന് ക്ഷമിക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ സാമ്പത്തികമായ ഒരു തകർച്ച വന്നു, തീർന്നല്ലോ, ഒരു കയർ എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നാണ് അവൻ അന്വേഷിക്കുക, അല്ലേ? അവനേതെങ്കിലും ഒരു മരണം, അവനുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം, അവനുമായി ബന്ധപ്പെട്ട ഒരാളുടെ വേർപാടുണ്ടായി, ആകെ തകർന്ന് തരിപ്പണമായി പോകുന്നു. ഇതാ മസ്സഹു ശർറു ജസൂഅ. നാലോ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. അവന് നന്മ ഉണ്ടായാലോ, അല്ലാഹു അവന് ധാരാളം സമ്പത്ത് നൽകിയാൽ അവൻ ധിക്കാരിയായി മാറുന്നു. അവൻ സമ്പാദിക്കുന്ന കാര്യത്തിൽ റബ്ബിന്റെ നിയമങ്ങളെ പരിഗണിക്കുകയില്ല. കൊടുക്കേണ്ട വഴികളിൽ അവൻ കൊടുക്കുകയില്ല. മാതാവിന് കൊടുക്കൂല, മക്കൾക്ക് വേണ്ട രീതിയിൽ നൽകുകയില്ല. ഭാര്യയുടെ അവകാശങ്ങൾ
വകവെച്ച് നൽകുകയില്ല. അവന് സമ്പത്തുണ്ടായാൽ അവൻ മനൂആയി മാറുന്നു, അവൻ ധിക്കാരിയായി മാറുന്നു. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, നിശ്ചയമായും മനുഷ്യൻ വഴികേടിലാകുന്നത്, അഹങ്കാരിയാകുന്നതിനുള്ള കാരണം എന്താണ്? ഞാൻ എല്ലാത്തിനും തികഞ്ഞവനാണ്, ഞാൻ സ്വയം പര്യാപ്തനാണ്, ഒരാളുടെയും സഹായം എനിക്ക് വേണ്ട, എനിക്ക് ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട് എന്നുള്ള ചിന്ത അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ അഹങ്കാരിയായി മാറുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതാണ് മനുഷ്യന്റെ പ്രകൃതി. അവൻ അഹങ്കാരിയാകും, അവൻ എല്ലാറ്റിൽ നിന്നും ഭയപ്പെട്ടവനാകും, അവൻ സമാധാനമില്ലാതെ വെപ്രാളമുള്ളവനാകും. പക്ഷേ ഇതൊന്നും ബാധിക്കാത്ത മുഅ്മിനാണ്. ഇതൊന്നും ബാധിക്കാത്തതാർക്കാണ്? ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവന് ഈ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഓൻ കാശ് കിട്ടി എന്താ ആലോചിക്കുക? ആ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക ചെയ്യാം. അവനെന്താ ആലോചിക്കുക? നാട്ടിലെ പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, സ്വന്തം സമ്പാദത്തിൽ നിന്ന് അതിന് കൊടുക്കാൻ ആലോചിക്കും. മറ്റവനെന്താ ആലോചിക്കുക? ഇതിനപ്പോ ഈ പള്ളിയുടെ കാര്യം ആലോചിക്കും. നിസ്കരിക്കുന്നവൻ ഒരിക്കലും ഭയചകിതനാവുകയില്ല. അവൻ അതിന് ക്ഷമിക്കും, അവനതിനെ തരണം ചെയ്യാൻ നോക്കും. അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഒരു കയറ് കഷ്ണം അവൻ അന്വേഷിക്കൂല, ഭക്ഷണം കഴിക്കാതിരിക്കൂല. അവൻ ആ പ്രതിസന്ധിയെ ഈമാൻ കൊണ്ട് അതിജയിക്കും. അവനൊരിക്കലും, ഒരു മുഅ്മിനായ മനുഷ്യനൊരിക്കലും സമാധാനക്കേടുണ്ടാവുകയില്ല, തർക്കത്തിലേക്ക് പോവില്ല, വേവലാതിയിലേക്ക് പോവില്ല, കഷ്ടപ്പാടിലേക്ക് പോകില്ല. അപ്പൊ ഞാനത് പറഞ്ഞതെന്തിനാ? അല്ലാഹു ഈ നിസ്കാരം നൽകിയത് എന്തിനു വേണ്ടി കൂടിയാണ്? സമാധാനത്തോടെ ജീവിക്കാനാണ്, സമാധാനത്തോടെ യാത്ര ചെയ്യാനാണ്. ഐഹികമായ ലോകത്തെ ജീവിതം സമാധാനത്തിലും ആഹ്ലാദത്തിലും മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുനിയാവിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതം നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ്, ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും ശാശ്വതരാണോ? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഞാനിപ്പോൾ ഈ ജീവിക്കുന്നത് പോലെ ദീർഘകാലം ഞാൻ ഇഷ്ടപ്പെടുന്ന കാലമത്രയും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന്? അങ്ങനെ ഒരാൾക്കും ധാരണയില്ല. പക്ഷേ അങ്ങനെ ഈ ലോകത്ത് ഞാൻ ജീവിക്കാൻ എന്നും വിധിക്കപ്പെടുന്നയാളല്ല. ഞാൻ ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവനാണ്, മരണപ്പെട്ടു പോകേണ്ടവനാണെന്ന് നമ്മളിൽ എത്ര ആളുകളുടെ കൽബിലാണ് ഓർമ്മയുള്ളത്? അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഗ്ഫിറൂ ദിക്റ ഹാദിമില്ലല്ലാഹ്, എല്ലാ രസങ്ങളെയും ഇല്ലാതെയാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണമെന്നല്ല, മരണത്തിന്റെ ഓർമ്മയെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്നുള്ളതാണ്. നിങ്ങളിതാ മരണത്തിന്റെ ഓർമ്മ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മറന്നുപോകും. വീണ്ടും നിങ്ങൾ ഓർക്കണം, വീണ്ടും നിങ്ങളത് മറന്നുപോകും. നിങ്ങളുടെ രസങ്ങളിൽ നിങ്ങൾ മുഴുകിപ്പോകും. നിങ്ങളുടെ കണ്ണുകളുടെ കാഴ്ചകളുടെ സുഖങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്ന ആനന്ദങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇല്ലാതെയാക്കി കളയുന്ന, അതിനെയെല്ലാം അവസാനിപ്പിച്ചു കളയുന്ന മൗത്ത് എന്ന് പറയുന്ന, മരണം എന്ന് പറയുന്ന ആ സത്യമുണ്ടല്ലോ, അതിങ്ങനെ ഓർക്കണം മുഅ്മിനീങ്ങളെ. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ മരണപ്പെടുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അവരെ കാണുമ്പോ, ആ മരണത്തെ ഓർക്കുമ്പോ, തമ്പുരാനെ ഇതുപോലെ ഒരവസ്ഥ എനിക്കും ഇന്നല്ലെങ്കിൽ നാളെ വരാനുണ്ടല്ലോ. ഖബറിൽ നനഞ്ഞ മണ്ണിൽ കിടക്കുന്ന കൂട്ടുകാരാ, ഒരല്പസമയം കൂടെ കാത്തിരിക്കൂ, നിന്റെ പിന്നാലെ ഞാനിതാ യാത്രയായി വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിൽ നിന്ന് ഈ ഓർമ്മകൾ നഷ്ടപ്പെടുത്തി കളയുന്ന സംഗതികൾ ഈ ഐഹികമായ ലോകത്തിന്റെ ആഡംബരങ്ങളും സുഖങ്ങളുമാണ്. ആ ആഡംബരങ്ങളിൽ നിന്ന്, സന്തോഷങ്ങളിൽ നിന്ന്, ആനന്ദങ്ങളിൽ നിന്ന് നമ്മളെ തിരിച്ചു നടത്താനാണ് നിസ്കാരവും നോമ്പൊക്കെ. അതല്ലാതെ നമ്മളെങ്ങനെതാ ഒന്ന് കഴിയുമ്പോഴേക്ക് മറ്റൊന്ന്, അത് കഴിയുമ്പോഴേക്ക് മറ്റൊന്ന്. ഇനി ഇതാ പടച്ചോന് വേണ്ടി നിങ്ങൾ ഒരു മാസക്കാലം
നോമ്പ്, ഭക്ഷണം ഒഴിവാക്കി, വികാരങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ അമല് ചെയ്യും. ആ അമലുകൾ സത്യത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായിരിക്കും? പഠിച്ചോനെ, ഞാനിവിടെ എന്നും ജീവിക്കേണ്ട ആളല്ലല്ലോ എന്നുള്ളത്. ഒരു കഥ പറയുന്നുണ്ട്. മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയെ പറയുന്നത് അദ്ദേഹം പറയാണ്, ഒരു കാട്ടിലൂടെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുക. നമ്മുടെ നാട്ടിലൊക്കെ പരിസരങ്ങളിലൊക്കെ കാടുണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഞാൻ വർണ്ണിക്കേണ്ടതില്ല. ഒരു കാട്ടിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുക. അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ പിറകിൽ എന്തോ ഒരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ വാ പിളർന്ന് അയാളെ കഴിക്കാൻ വേണ്ടി, ഭക്ഷിക്കാൻ വേണ്ടി പിന്നാലെ വരുന്ന ഒരു സിംഹം. കണ്ടപാടെ അയാൾ ഓടി 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 പിറകിലേക്ക് നോക്കുമ്പോഴൊക്കെ സിംഹം ഇങ്ങനെ പിന്നിൽ. അയാൾ പെട്ടെന്ന് സ്പീഡിൽ ഓടിയപ്പോൾ പെട്ടെന്ന് അയാൾ താഴേക്ക് നോക്കുമ്പോൾ അതൊരു പൊട്ട കിണറാണ്. താഴെ അയാൾ എത്തുന്നതിന് മുമ്പ് അയാൾക്കൊരു വള്ളിയിൽ പിടിച്ചു. ഓ, ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അയാൾ ഇരിക്കുക, വള്ളിയിൽ പിടിച്ചു നോക്കുക. അങ്ങനെ സമാധാനത്തോടെ അയാൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നു, ആ കിണറിന്റെ വക്കത്ത് അയാളെ പിടികൂടാൻ വരുന്ന സിംഹം ഇങ്ങനെ നിൽക്കുകയാണ്. നീ ഇങ്ങോട്ട് കയറി വാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നുള്ള ധാരണയിൽ. അപ്പൊ ആ മനുഷ്യൻ കരുതി വള്ളിയാണല്ലോ, താഴേക്ക് ഇങ്ങനെ ഊർന്നു പോയാലോ. വെറുതെ അയാൾ ഇങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ താഴെയുണ്ട് ഊർത്ത കല്ലുകൾ, മൂർച്ചയേറിയ പാറകൾ. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കിണറിലുണ്ട് പത്തി വിടർത്തുന്ന ഭീമാകാരമായ സർപ്പങ്ങൾ, വിഷസർപ്പങ്ങൾ. അയാളാകെ ഭയന്നുപോയി. പടച്ച തമ്പുരാനെ, താഴേക്കിറങ്ങിയാൽ പാറകളും വിഷസർപ്പങ്ങളുമാണ്, മുകളിലേക്ക് പോയാൽ അവിടെ അതാ സിംഹം എന്നെ കാത്തു നിൽക്കുകയാണ്. അയാൾ ഇങ്ങനെ പതുക്കെ ആലോചനയിൽ മുഴുകുമ്പോ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അയാൾ പിടിച്ചിരിക്കുന്ന ആ വള്ളി അയാൾ ഇങ്ങനെ നോക്കുന്നത്. ആ വള്ളിയുടെ ഒരു ഭാഗത്ത് വെളുത്ത നിറത്തിലുള്ള ഒരു എലി ഇങ്ങനെ കരടുകയാണ്. അതിന്റെ മറ്റൊരു ഭാഗത്ത് കറുത്ത നിറത്തിലുള്ള ഒരു എലി ഇങ്ങനെ കരടുകയാണ്. അയാളാകെ ഭയന്നുപോയി. ഞാൻ താഴേക്ക് ഇറങ്ങിയില്ല എങ്കിലും എന്നെ ഇതാ ഒരല്പസമയം കഴിഞ്ഞാൽ താഴേക്ക് ഈ വള്ളിയേറ്റ് വീഴുമല്ലോ. ഞാൻ അതിനു മുമ്പ് മുകളിലേക്ക് പോയാലും എന്നെ പിടികൂടുമല്ലോ. ആകെ നിരാശനായി, ഇനി മരണമല്ലാതെ, ഇനി ഇവിടെ നിന്ന് പോവുകയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിചാരിച്ച ആ മനുഷ്യൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോഴാണ് അയാളുടെ നെറ്റിത്തടത്തിൽ എന്തോ ഒരു തണുത്ത ദ്രാവകം വന്ന് വീഴുന്നത് പോലെ അയാൾക്ക് തോന്നുന്നത്. ആ ദ്രാവകം ഇങ്ങനെ ഒലിച്ചിറങ്ങി, അയാൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അയാളുടെ നാവിൻ്റെ, അയാളുടെ ചുണ്ടിന്റെ ഭാഗത്ത് വന്നപ്പോൾ അയാൾ പതുക്കെ അതൊന്നിങ്ങനെ നാവ് കൊണ്ടൊന്നിങ്ങനെ തോന്നി. നോക്കുമ്പോൾ നല്ല മധുരം, നല്ല തേനാണ്. മുകളിലേക്ക് നോക്കിയപ്പോൾ ആ കിണറിന്റെ ഭാഗത്തുള്ള ഒരു മരത്തിന്റെ മുകളിൽ നല്ല തേനീച്ചക്കൂട്, അതിൽ നിന്നിങ്ങനെ തേനിറ്റി വീഴാണ്. ഇയാളെല്ലാം മറന്നു. ഇയാൾ അടുത്ത തുള്ളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത് വരുമോ? ഇവിടെ ഇതാ വള്ളി അറ്റി വീഴാനായിരിക്കുന്നു. താഴെ ഇതാ കൂർത്ത പാറകളും സർപ്പങ്ങളും, മുകളിൽ ഇതാ സിംഹങ്ങൾ. എല്ലാം മറന്നു. മനുഷ്യ, നിന്റെ പിന്നാലെ ഇസ്രായേൽ വരുന്നുണ്ട്. മനുഷ്യ, രാവും പകലും നിന്റെ സമയം കളയുന്നുണ്ട്. മനുഷ്യ, നീ കിടക്കുന്ന ഖബർ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും നീ ഓർക്കാതെ കേവലം തേൻതുള്ളികളെ പോലെ ഈ ഐഹികമായ ലോകത്തിന്റെ സുഖങ്ങളിലും ആഡംബരങ്ങളിലും നീ മുഴുകുകയാണോ? അല്ലാഹു പറയുന്ന കാര്യം എന്താണ്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ഇത് അല്ലാഹു നമ്മെ അറിയിക്കുന്നത് എന്തിനാണ്? മരണം എന്ന യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല. മരിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരാളും ഇവിടെ ഇല്ലല്ലോ. നമ്മളുടെ ഇടയിൽ 100 വയസ്സിന്റെ അപ്പുറത്തുള്ള ഒരാളെങ്കിലും ഉണ്ടോ? 90 വയസ്സിന്റെ മുകളിലുള്ള എത്ര കുറഞ്ഞ ആളുകളാണ് നമുക്കിടയിലുള്ളത്? 70 വയസ്സിന് മുകളിലുള്ള ആളുകൾ തന്നെ വളരെ അല്പമല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവരാരും ഭൂമിയുടെ മുകളിലില്ല. എന്നാൽ അവരൊക്കെ ഭൂമിയുടെ മുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് അവരെവിടെയാണെന്ന് ചോദിച്ചാൽ
നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് അവരെ ഭൂമിയുടെ അടുക്കലേക്ക് താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോയി വെച്ചതാണ്. ആണെന്ന വ്യത്യാസമില്ല, പെണ്ണെന്ന വ്യത്യാസമില്ല, മതജാതി വ്യതിയാനം അതിനില്ല. മനുഷ്യരെ, നിങ്ങളോട് അകലുന്ന മരണമുണ്ടല്ലോ. നിങ്ങൾക്കൊരു രോഗം ബാധിക്കുമ്പോ നിങ്ങൾ ചികിത്സിച്ച് ഇനിയും കുറച്ചുകൂടെ ജീവിക്കാൻ കഴിയുമോ എന്നാലോചിച്ച് നല്ല സുഭിക്ഷമായ ആഹാരം കഴിച്ച് സന്തോഷത്തോടെ നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ, നല്ല വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ, എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുമ്പോ, നിങ്ങൾക്ക് റബ്ബ് നിശ്ചയിച്ച സമയമുണ്ട് മനുഷ്യ. ആ മരണം നിങ്ങളെ ഇങ്ങോട്ട് വന്ന് കണ്ടുമുട്ടുന്നതാണ്. ഓരോ മനുഷ്യന്റെയും മരണം നിങ്ങൾക്ക് ഓരോ പാഠമാണ്, ഓരോ ഉപദേശങ്ങളാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ അത് നമുക്ക് വലിയ സ്വാധീനമുണ്ടാക്കണം. എന്നിട്ട് നമ്മളുടെ മനസ്സിൽ നിന്ന് കറകളമായി കളയാൻ നമുക്ക് സാധ്യമാകണം. പാഠങ്ങൾ, ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നതിന്റെ അപ്പുറത്ത്, കുറെ ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിന്റെ അപ്പുറത്ത്, നമ്മളുടെ കൺമുമ്പിൽ ജീവിച്ച ഒരാൾ ഈ ലോകത്ത് നിന്നും മരണപ്പെട്ടു പോവുക എന്നതിനേക്കാൾ വലിയ ഉപദേശം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമില്ല. എനിക്ക് ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. സിദ്ദീഖ് എന്നാണ് അവന്റെ പേര്. ഞാനും അവനും വലിയ ആത്മബന്ധമുള്ള ആളുകളായിരുന്നു. ചെറുപ്പം മുതലേ ഞാനുമായി വല്ലാതെ താമസിച്ചിരുന്ന കൂട്ടുകാരനാണ്. അവൻ എന്റെ നാട്ടിലെ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു, മദ്രസയുടെ സെക്രട്ടറി ആയിരുന്നു, SKSF-ന്റെ ഭാരവാഹിയായിരുന്നു, SYS-ന്റെ സംഘാടകനായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവനുണ്ട് എന്നുള്ളതോടൊപ്പം ഇതുപോലെയുള്ള പരിപാടികളിലേക്ക് ഞാൻ വരുമ്പോ പലപ്പോഴും എന്റെ കൂടെ വാഹനം ഡ്രൈവ് ചെയ്തിട്ട് അവനാണ് പോന്നിരുന്നത്. എന്റെ നാട്ടിലെ പള്ളി ഖബർസ്ഥാൻ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിന്റെ മുകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോകുമ്പോ പലപ്പോഴും എന്റെ കൂട്ടുകാരൻ എന്നോട് പറയാറുണ്ട്, ഉദവി, നമ്മളിങ്ങനെ ഈ കാറിൽ നമ്മളിങ്ങനെ പോകുമ്പോ അവിടെ എത്ര ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടവര് ഖബറിൽ കിടക്കുന്നുണ്ട്. ഇനി നമ്മളൊക്കെ നാളെ ഖബറിൽ കിടക്കുമ്പോ ഇതിലൂടെ ആരൊക്കെയാണാവോ വാഹനങ്ങളിൽ പോവുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു റമദാനിൽ അവൻ എന്നെ വിളിക്കുകയാണ്. റമദാന് കഴിഞ്ഞാൽ നമുക്കൊരു മജ്‌ലിസുൻ നൂർ നടത്തണം. ഞാൻ അവനോട് പറഞ്ഞു, ശവ്വാൽ 3-നാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ ഞാൻ വന്നു. നാട്ടിൽ വന്നിരുന്നതിന് മുമ്പ് തന്നെ അവൻ ആ മജ്‌ലിസുൻ നൂറിന്റെ ഒരു ഫ്ലക്സ് അടിച്ചിട്ട് എന്റെ ഫോണിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ശവ്വാൽ 1-ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ വർത്തമാനം പറഞ്ഞു ധാരാളം സംസാരിച്ചു. അങ്ങനെ വൈകുന്നേരവും മറ്റുമൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി ഞാൻ എന്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി ഞാൻ കിടന്നുറങ്ങുകയാണ്. കുറെ ദിവസം പള്ളിയിൽ നിന്ന് ജമാഅത്തിനൊക്കെ നേതൃത്വം നൽകി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതാണല്ലോ. വീട്ടുകാരോട് മക്കളോട് സംസാരിച്ച് ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. രാത്രി 2 മണിയായി കാണും. ആരൊക്കെയോ വാതിലിൽ മുട്ടുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ ഉണർന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ നാട്ടിൽ എനിക്ക് പരിചിതരായ 2-3 ആളുകൾ അവിടെ വന്നിരിക്കുന്നു. അവരെന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഫോൺ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ്. എന്താണ് നിങ്ങളൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നത്, എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു. അവരിൽപ്പെട്ട 1-2 പേര് കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു, എന്റെ വീട്ടിലെ വേറെ ആർക്കെങ്കിലും വല്ലതും പറ്റിയോ, തറവാട്ടിലുള്ള ആർക്കെങ്കിലും. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം പറ. അവര് പറഞ്ഞു, നമ്മുടെ സിദ്ദീഖ് പോയി. ഞാൻ ചോദിച്ചു, എങ്ങോട്ട് പോയി? അവൻ മരിച്ചുപോയി. ഇന്നാലില്ലാ. ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞങ്ങൾക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴങ്ങോട്ട് വരാൻ കഴിയില്ല, ഞാൻ ഒരു അല്പസമയം ഇരിക്കട്ടെ, ഞാൻ ഒരു അല്പസമയം ഒന്ന് നോർമലാകട്ടെ, ഇരുന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. അങ്ങനെ കുറെ സമയം ഞാനിരുന്നു. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു കൂട്ടുകാരന്റെ വാഹനം വരാൻ പറഞ്ഞു. ഞാൻ ആ വാഹനത്തിൽ അവന്റെ പിറകിൽ പോയപ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സ്നേഹം നൽകിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അനാഥനാക്കിയിട്ട്, യുവതിയായ അവന്റെ പ്രിയതമയെ വിധവയാക്കിയിട്ട്, അവന്റെ പ്രിയപ്പെട്ട മാതാവിനെ കണ്ണീരൊഴുക്കിയിട്ട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മയ്യിത്തായിട്ട് ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു. പൊട്ടിക്കരയുക
ചെയ്യുകയല്ലാതെ, ഖുർആൻ ഓതി ദുആ ചെയ്യുകയല്ലാതെ എന്തെങ്കിലും മാർഗം നമ്മുടെ മുമ്പിലുണ്ടോ? അവന്റെ മയ്യിത്ത് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്ത ഖബർസ്ഥാനിൽ നിന്ന് പിന്നെ ഞാൻ പോന്ന ആ സമയം മുതൽ ആ വഴിയിലൂടെ പോരുമ്പോഴൊക്കെ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട്, എന്റെ കൂട്ടുകാരാ, നീ ആ പറഞ്ഞത് എന്നെ കുറിച്ചായിരുന്നല്ലോ. നീ ആ ഖബറിൽ കിടക്കുമ്പോ ആ ഖബറിന്റെ മുകളിലൂടെ ഞാനാണല്ലോ പോകുന്നത്. കൂട്ടുകാരന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ഞാൻ ഹദിയ ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട്. ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ. കുഞ്ഞുമോനെ, ആരുടെ മുമ്പിലാണ് നീ അഹങ്കാരം കാണിക്കുന്നത്? എങ്ങനെയാണ് നീ നിസ്കാരം ഉപേക്ഷിക്കുന്നത്? എങ്ങനെയാണ് നീ മറ്റുള്ളവരോട് കലഹിക്കുന്നത്? എങ്ങനെയാണ് നീ നിന്റെ കൂട്ടുകുടുംബങ്ങളോട് പിണങ്ങുന്നത്? എങ്ങനെയാണ് നീ നിന്റെ ഉമ്മാനെ കരയിക്കുന്നത്? മോനെ, നീ രാവിലെയായി വൈകുന്നേരം വരെ നീ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കല്ലേ. വൈദാ അംസൈത ഫലാ തൻതളിരിസ് സബാഹ്. വൈകുന്നേരമായാൽ രാവിലെ വരെ നിനക്ക് ജീവൻ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കല്ലേ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്. അല്ലാഹു നമുക്കാർക്കും അതിന് സമയം അറിയിച്ചു തന്നിട്ടില്ല. രണ്ട് സംഗതിക്കാണ് പ്രധാനമായിട്ടും അങ്ങനെ ഒരു അല്ലാഹു നമ്മളെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. ഒന്നെന്ത്? ലോകാവസാനം. എന്തേ അല്ലാഹു തആലക്ക് 2022 ലോകം അവസാനിക്കും അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞൂടെ? പറഞ്ഞിട്ടില്ലല്ലോ. എന്തേ പറയാതിരുന്നത്? അങ്ങനെ 2028 അല്ലാഹു ലോകം അവസാനിക്കും പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ പ്രഭു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഹൈവേന്റെ പണി നടക്കും. പുതിയ റെയില് വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് നടക്കും. കാരണം അതിന്റെ ആവശ്യമില്ല. 2020 ലോകം അവസാനിക്കല്ലോ. ഇവിടുത്തെ എന്തിനാ റെയില്? അല്ലേ? ഈ ലോകത്ത് വല്ല സംഗതിയും നടക്കുമോ? ഒന്നും നടക്കൂല. ഇവിടെ മനുഷ്യരുടെ ജീവിതം സാധാരണഗതിയിൽ മരണം വരെ, അവരുടെ ലോകം അവസാനിക്കുന്നത് വരെ മുന്നോട്ട് പോകണം. ഇവിടെ നടക്കണം, ഇവിടെ പഠനം നടക്കണം, നടക്കണം, മദ്രസ നടക്കണം, എല്ലാം നടക്കണം. അതുപോലെ അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്, നിങ്ങളുടെ മരണം 2026 ഫെബ്രുവരി 18-നാണ്. അടുത്തയാൾ 2029 ഫെബ്രുവരി 15-നാണ്. അറിയിച്ചാൽ ഇവിടെ കല്യാണം നടക്കുമോ? ഇവിടെ കച്ചവടം നടക്കുമോ? ഇവിടെ ജോലി നടക്കുമോ? മനുഷ്യരുടെ ജീവിതം സുഖകരമാകുമോ? നമ്മുടെ കാര്യത്തിന് മാത്രമാണ് അല്ലാഹു ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ശ്രദ്ധയും നൽകിയിട്ടുള്ളത്. നമ്മളൊക്കെ കാണുന്ന ജീവജാലങ്ങൾ ആലോചിച്ച് നോക്കി, അവയുടെയൊക്കെ ആവശ്യം എത്ര കുറവാണ് അല്ലേ? എല്ലാത്തിലും അവർ കുറഞ്ഞ സംഗതി, ചിലതിൽ കൂടുതൽ ആയുസ് ഉണ്ടാവാം, പക്ഷെ കുറഞ്ഞ സംഗതി, കുറഞ്ഞ പർപ്പസുകൾ, കുറഞ്ഞ ജീവിത വഴികൾ. എത്രയോപ്പോൾ ഒരു ആന ആലോചിച്ച്, ആനയ്ക്ക് എത്ര ഭക്ഷണമുണ്ട്? ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി അല്ല ഞാൻ ചോദിച്ചത്, അവയുടെ വൈവിധ്യം. നമ്മളെ പോലെയാണോ? നമ്മളതാ ഒരു ദിവസം തന്നെ നമ്മൾ കഴിക്കുന്ന ഒറ്റ ദിവസം, ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ഐറ്റംസ് വെറുതെ ഒരു പേനയിലുള്ള എഴുതി നോക്കിയാൽ ഞെട്ടിപ്പോയി. നമ്മൾ ചായ കുടിക്കുന്നു, ഈത്തപ്പഴം കഴിച്ചു, അണ്ടിപ്പരിപ്പ് കഴിക്കുന്നു. ഉദാഹരണം, ഒരു ദിവസം നമ്മൾ കഴിക്കണം എന്ന് ആലോചിച്ചു. ബിരിയാണി കഴിക്കണം. ആ ബിരിയാണിയിലേക്ക് തന്നെയുള്ള അതിന്റെ ആഡ്സ്, അതുമായി ബന്ധപ്പെട്ടിട്ട് തയ്യാറാക്കിയിരിക്കുന്നു. നമ്മളുടെ ഭക്ഷണത്തില്, നമ്മളുടെ വിചാരത്തില്, നമ്മളുടെ വസ്ത്രത്തില്, എല്ലാറ്റിലും അല്ലാഹു തആല ഈ സംഗതിയൊക്കെ നൽകിയിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യന്മാരെ, ഇതിലെ ഓരോന്നും നിങ്ങൾക്ക് നാളെ ഈ ലോകത്തുള്ള യാത്രയുടെ സന്ദർഭത്തിലും അതിന് ശേഷവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാക്കി നിങ്ങൾ മാറ്റണമെന്ന് ബോധ്യപ്പെടുത്താനാണ്. ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. വേറെയുള്ള ജീവജാലങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ കണിശമായി ഈ ലോകത്തിന്റെ കഥകൾ നമ്മളുടെ മുമ്പിൽ പറഞ്ഞത്. ഖാറൂനിന്റെ കഥകൾ, ഫറോവയുടെ കഥകൾ, രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞത് അതിനാണ്. എന്തിന്? നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാവുമ്പോഴേക്ക് അള്ളാനെ മറക്കേണ്ട മനുഷ്യന്മാരെ. സാമിരി തീർത്ത കാള
ദൈവവും ശദ്ദാദിന്റെ കോട്ടയും കാറൂനിന്റെ കാഞ്ചന കനികളും. എവിടെയാ ചോദിക്കണം? സാമിരി തീർത്ത കാള ദൈവവും ശദ്ദാദിന്റെ കോട്ടയും കാറൂനിന്റെ കാഞ്ചന കനികളും. കാറൂന് വലിയ സ്വർണ്ണം ഉണ്ടാക്കിയിരുന്നു, കാഞ്ചന കനി ഉണ്ടായിരുന്നു. എവിടെ പോയത്? എവിടെയാണ് കാറൂനുള്ളത്? എവിടെയാണ് ശദ്ദാദിന്റെ കോട്ടയുള്ളത്? താരങ്ങൾ ഈ ലോകത്തും